ഹലോ കൂട്ടുകാരെ, ഇന്ന് വളരെ സങ്കടകരമായൊരു ദിവസമായിരുന്നു. ഞങ്ങൾ ആലപ്പുഴയുള്ള കൃപാസനം പള്ളി പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ അനിയത്തിയുടെ വീട്ടിൽ ചെന്നിട്ട് അനിയത്തിനെയും കൂട്ടി വേണം പോകാൻ. അങ്ങനെ ചെന്ന് അനിയത്തിയുടെ വീട്ടിൽ ചെന്നു. അവളെയും അനിയത്തിയും പിള്ളേരും കയറി. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാതെയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നോക്കിയിട്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കടകളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിപ്പോൾ ഒരു കട കണ്ട് അവിടെ കയറി, ഹോട്ടൽ കണ്ട് അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ഞങ്ങൾ അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പള്ളിയിലെത്തി, കൃപാസനം പള്ളിയിലെത്തി. അവിടെ ഞങ്ങൾ കൃപാസനം പള്ളിയുടെ അകത്ത് കയറി സമയം ചിലവഴിച്ചു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി ഞങ്ങൾ സ്റ്റാളിലെത്തി സാധനങ്ങളൊക്കെ മേടിച്ചു. നോക്കി അപ്പോൾ എൻ്റെ പേഴ്സ് കാണുവാനില്ല. ഞാനത് മേടിക്കാൻ പോകുന്നതിന് മുമ്പ് വരെ എൻ്റെ പേഴ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ബാഗിൽ വെച്ച് സിപ്പ് അടയ്ക്കുന്നതും വ്യക്തമായിട്ട് CCTVയിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ആരോ അടിച്ചു മാറ്റിയിരിക്കുന്നതാണ്. നിങ്ങൾ ഇനി കൃപാസനത്തിൽ പോകുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. എൻ്റെ കൂടാതെ 2 പേരുടെ കൂടി പേഴ്സും സ്വർണ്ണമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പോകുന്നവർ ശ്രദ്ധിക്കണം. കള്ളന്മാരും കള്ളികളും ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കൃപാസനത്തിൻ്റെ പരിധിയിൽ തന്നെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട്. അവരെ അന്വേഷിക്കാം, എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ സാധനങ്ങൾക്കെല്ലാം വേറെ എടുക്കേണ്ട വരും, കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഒരു ചായക്കടയിൽ കയറി. പിള്ളേരൊക്കെ ഒത്തിരി നിർബന്ധിച്ചാണ് ഞാനും കയറി. എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഇനി നിങ്ങൾ കൃപാസനത്തിൽ പോകുന്നവർ ശ്രദ്ധിക്കുക.